എല്ലാവർക്കും സിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഉഷാറാകുന്ന കാര്യം പറയാനാണ്. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? അതായത് പഠിക്കുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ പഠനം ഒന്ന് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ സാധിക്കും. കുറേ പേര് ഡിഗ്രി ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിഗ്രി ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്തിട്ട് പക്ഷെ പഠിക്കുന്നത് സാധാരണ രീതിയിലാണ് എങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ശരിക്കും കാണാതെ പോവുകയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതാ നോക്കിക്കേ, ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് കമ്പനി ബോർഡിൻ്റെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 അതിൻ്റെ DOE വരുന്നത്. അത് കഴിഞ്ഞ ശേഷം അഡ്വൈസ് പോയിരിക്കുന്നതിനെ ബേസ് ചെയ്ത് നോക്കിക്കേ, 2522 അഡ്വൈസാണ് ആദ്യം 2025 മാത്രം പോയിരിക്കുന്നത്. ഇപ്പോൾ 2025 വരെ പോയിരിക്കുന്നത് 2522 നമ്പർ. ഒന്ന് ആലോചിച്ച് നോക്കി, 2522 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. അവിടെ തന്നെ OC-യിൽ മെയിലിലാണെങ്കിൽ 2072 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇവിടെ ഫീമെയിലിൽ 2040, EWS 2083, 2045 ഫീമെയിൽ വരുന്നത്. ഇനി SC സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോയി, ST സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് പോയി. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും കാണാൻ പറ്റും. അതായത് നമ്മുടെ PSയുടെ വെബ്സൈറ്റുകളിൽ ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി വെച്ച് തന്നെ നോക്കുക. നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലുള്ളവർക്കുമുള്ള അവസരങ്ങളും നോക്കുക. ഇപ്പം ഇതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് മുസ്ലിം ആണെങ്കിൽ 3711 ആ റാങ്ക് വരെയാണ് പോയിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ജോലി കിട്ടുക. ആ പഠിച്ചു കഴിഞ്ഞ് പ്രോപ്പർലി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു വരാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നോക്കിക്കേ, 2025 പോയിരിക്കുന്ന വ്യത്യസ്ത അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 25/11 അഡ്വൈസ് പോയിട്ടുണ്ട്, 24/11 പോയിട്ടുണ്ട്, 24/10 പോയിട്ടുണ്ട്, 23/9 പോയിട്ടുണ്ട്, 18/8 പോയിട്ടുണ്ട്, 24/5 പോയിട്ടുണ്ട്, 21/4 പോയിട്ടുണ്ട്, 21/3 പോയിട്ടുണ്ട്, 22/2 പോയിട്ടുണ്ട്, 25/1 പോയിട്ടുണ്ട്. അതായത് മിക്കവാറും എല്ലാ മാസവും എന്ത് പോയിട്ടുണ്ട്? കമ്പനി ബോർഡ് LGSന് വേണ്ടി എന്ത് പോയിട്ടുണ്ട്? അല്ലെങ്കിൽ LGS എക്സാംസിന് വേണ്ടി അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത് നിസാര കാര്യമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ ഏകദേശം 1038 ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കിട്ടി? നിയമനം ലഭിച്ചതാണ്. ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ 1038 നിസാര കാര്യമാണോ? ഒരിക്കലുമല്ല. നോക്കിക്കേ, അപ്പോയിൻമെന്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 609/2021 നമ്പർ ഓഫ് വേക്കൻസീസ് 1038. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. എന്തെങ്കിലും പഠിച്ചാൽ കിട്ടില്ല, കൃത്യമായി പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുന്നത്. നിങ്ങൾ ഈ കാറ്റഗറി വെച്ചിട്ട് ലാസ്റ്റ് ഡേറ്റിന് 3/12/2025 423/2025 എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഈ എക്സാമിൽ എത്ര പേരാണ് എഴുതിയിരിക്കുന്നത് നോക്കിക്കേ. 1 10 100 1000 10000 ലക്ഷം 6,51,606 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു 2000 ഇവിടെ പറയുന്ന നമ്മൾ ആദ്യം കണ്ട 2522 നിങ്ങൾ ചെല്ലുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 lakhs ആൾക്കാർക്ക് എന്തുണ്ടായിരുന്നു? ഇനി ഒരു പരീക്ഷ നടക്കാൻ പോവാണ്. ഒരു phase 1 പ്രിലിമിനറി എക്സാംസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് എന്തുണ്ടാകും? സെക്കൻഡറി ലെവൽ എക്സാംസും ഉണ്ടാകും, അല്ലേ? പ്രിലിമിനറിയും ഒരു മെയിൻസും ഒക്കെ ഉണ്ടാകും. 6 ലക്ഷത്തിൽ നിന്ന് 2522 അല്ലെങ്കിൽ ഈ പ്ലസ് ഒരു നമ്പറിലായിരിക്കുമല്ലോ, 3000 നമ്പറിലേക്കായിരിക്കുമല്ലോ ഈ ജോലി കിട്ടുന്നത്. അപ്പം ആ കിട്ടണമെങ്കിൽ നമ്മൾ 6 ലക്ഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കണം. 6 ലക്ഷത്തിൽ പഠിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. എൻ്റെ മക്കളെ, ഈ 6 ലക്ഷത്തിൽ അതിൽ കൂടി വന്നാൽ നന്നായി പഠിക്കുന്നത് എന്തായിരിക്കും? അതായത് കോച്ചിങ്ങിനൊക്കെ പോയി പരീക്ഷയെ സീരിയസ് ആയിട്ട് പഠിക്കുന്നത് 1 ലക്ഷം പേരായിരിക്കും. ഇനി ആ 1 ലക്ഷത്തിൽ നിന്ന് എത്രമാത്രം നിങ്ങൾ സിസ്റ്റമാറ്റിക് ആക്കാം? അതാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ അവിടെയാണ് പഠിക്കേണ്ടത്. കാരണം നിങ്ങൾ അതിൻ്റെ സിലബസിന് ഈ ഒരു എക്സാം നോക്കുമ്പോൾ നിങ്ങൾക്ക്
ഒതുക്കി പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രം അറിഞ്ഞാൽ മതി. ആനുകാലിക വിഷയങ്ങളെന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മാർക്കിന് എക്സാംസിന് കറണ്ട് അഫയേഴ്സ് ചോദിക്കും. അടുത്തത് ഇവിടെയും കറണ്ട് അഫയേഴ്സ് ചോദിക്കും, പൊതുജനാരോഗ്യത്തിനും ചോദിക്കും. അപ്പം എന്താണ്, ഒരു 30 മാർക്കിനോളം ഉള്ള പോർഷൻസ് എന്താണ്, കറണ്ട് അഫയേഴ്സ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് നിങ്ങളെ പ്രോപ്പർലി പഠിപ്പിക്കുന്നതാണ് ഞങ്ങൾ CC ആദ്യം ചെയ്തത്. ഡെയിലി കറണ്ട് അഫയേഴ്സ് കൊടുക്കും. ഓരോ സബ്ജക്റ്റിനും വേണ്ട കറണ്ട് അഫയേഴ്സ് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് CCയുടെ ഒരു ജോലി. അതിനു വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടും സിസ്റ്റവും ഒക്കെ തരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തട്ടി ഈ 20 മാർക്ക് മാത്സ് ആൻഡ് റീസണിങ്. ഇനി എന്താണ്, പൊതുവിജ്ഞാനം കടൽ പോലെ കിടക്കുന്നതാണ് GK പോർഷൻസ്. പക്ഷേ എന്ന് നമ്മൾ പറയുമ്പോഴും ഇവിടെ ഈ പരീക്ഷയുടെ ടോപ്പിക്കിന് മാറ്റമുണ്ട്. നമുക്ക് പൗരന്റെ അവകാശങ്ങളും കടമകളും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന പോർഷൻ തൊട്ട് മാത്രം ആണ് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം, ഈ ഒരു ഭാഗം എത്രമാത്രം ചാപ്റ്റേഴ്സ് SCERTയിലും NCERTയിലും വരുന്നുണ്ട് അത് കവർ ചെയ്യുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇവിടെ എന്തു വരും, വിവിധ മേഖലകളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് അഫയേഴ്സ് ആണ്. മനസ്സിലായോ? ഇനി എന്താണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, രാഷ്ട്രീയ സാമൂഹിക, അതായത് റിനൈസൻസ്, ദേശീയ പ്രസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ ഇന്ത്യ പഠിക്കുമ്പോൾ അത് മാത്രം പഠിക്കുക. റാങ്ക് ഫെയിൽ വെച്ചിട്ടല്ല പഠിക്കേണ്ടത്. ടോപ്പിക്ക് മനസ്സിലാക്കിയിട്ട് SCERT പ്ലസ് NCERT എന്തുവരെ, ഒരു +1 +2 വരെയുള്ള പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെ പഠിക്കുക. ദെൻ അടുത്ത എന്താണ്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ തുടങ്ങിയ ഭാഗങ്ങൾ പഠിക്കുക. കേരളം നോക്കിക്കേ, കേരളം മിക്കപ്പോഴും ചോദിക്കാത്ത, വേറെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത കുറച്ച് ഏരിയാസാണ് ഈ മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയൊക്കെ ഈ പ്രിലിംസിന് മാത്രം നമ്മൾ ചോദിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവിടെ എന്താണ്, ഈ ഒരു ഭാഗത്തുനിന്നും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കടന്നു വരാം. CA പാർട്ട് ഉണ്ടാവും കേട്ടോ. ഇനിയും അടുത്തത് നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്, പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ്, 5 മാർക്കാണ്. ഇതിൽ കേരള റിനൈസൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഇവിടെ അടുത്ത എന്താണ്, ശാസ്ത്ര സാങ്കേതിക മേഖല, സാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല തുടങ്ങിയ വിവരങ്ങൾ എന്നിവയുടെ വിവരം. ഇവിടെയും CA ചോദ്യങ്ങൾ കടന്നു വരാം. അപ്പോൾ ഈ പരീക്ഷയിൽ GK പോർഷനിലും എന്തുണ്ട്, CA പോർഷൻസ് ഉണ്ട്. 40 മാർക്കിന് CA പോർഷൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. CAയുടെ ഈ ഒരു 7ാമത്തെ പോർഷൻസ് ഒക്കെ CA പരീക്ഷയ്ക്ക് CA നന്നായി ചോദിക്കും. ആനുകാലിക വിഷയങ്ങൾ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്, വീണ്ടും 20 മാർക്ക്. സയൻസിനകത്ത് ജീവശാസ്ത്രം, പിന്നെ ഭൗതിക ശാസ്ത്രം, അതോടൊപ്പം തന്നെ എന്താണ്, പൊതുജനാരോഗ്യം എന്നാണ് കൊടുത്തേക്കുന്നത്. ആദ്യം പൊതുജനാരോഗ്യം തന്നെ ഹൈലൈറ്റ് ചെയ്യുക, കാരണം 10 മാർക്കാണ് പൊതുജനാരോഗ്യം. ബയോളജി എന്നല്ല, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ CA ആണ്. കണ്ടോ? അപ്പം പക്ഷെ കണ്ടോ, നിങ്ങൾ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്നൊക്കെ പറഞ്ഞ് മാത്രം പഠിച്ച് ബയോളജി പോരാനാണ് എങ്കിൽ കാര്യമില്ല. കാരണം ഈ 3 പോർഷൻസ് എന്താണ്, നിങ്ങൾക്ക് 4 പോർഷൻസിൽ നിന്നൂടാണ് 10 മാർക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുക, ഏകദേശം 2ൽ കൂടുതൽ മാർക്ക്, 2-3 മാർക്ക് വെച്ചിട്ടായിരിക്കും പോകുന്നത് ഇവിടെ ഓരോന്നും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 3 മാർക്ക് കൊടുത്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി ആ 3 മാർക്കിന് വേണ്ടി മാത്രം നിങ്ങൾ ഒരുപാട് ടൈം കളയരുത്. ഇവിടെയൊക്കെ എന്താണ്, മാർക്ക് വെയിറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പലരും ഇവിടെ സമയം കളയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനകത്താണെങ്കിലും ഭൗതിക ശാസ്ത്രത്തിനാണെങ്കിലും നിങ്ങൾ നോക്കിക്കേ, ഒരു രസതന്ത്രത്തിനകത്താണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള ടോപ്പിക്കുകളുണ്ട്. ഇപ്പം സൗരയൂഥം എളുപ്പമുള്ളതാണ് അല്ലേ, പ്രകൃതിയിലെ ചലനങ്ങൾ ബലം കുറച്ച് എളുപ്പമുള്ളതാണ്. രസതന്ത്രം നിത്യജീവിതത്തിൽ എളുപ്പമുള്ളതാണ്. അയിരുകൾ ധാതുക്കൾ എന്ന് പറയുന്ന ടോപ്പിക്ക് കുറച്ച് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പം പഠിക്കാൻ പറ്റും. നിങ്ങൾ സയൻസ് ഒന്നും ഇഷ്ടമല്ലെങ്കിലും ഊർജം, അതിൻ്റെ പരിവർത്തനം വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാത്തതാണ് ഈ ഒരു പറയുന്ന കുറച്ച് ടോപ്പിക്കുകൾ. 5 മാർക്കിന് നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ 5 മാർക്കിന് 12 ടോപ്പിക്കുകളാണ് കൊടുത്തേക്കുന്നത്. 5 മാർക്കിന് ചോദിക്കുന്ന ഏകദേശം 12 ടോപ്പിക്കുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. ഓക്കെ, സെലക്ട് ചെയ്ത് വേണമെങ്കിലും പഠിക്കാം. ജീവശാസ്ത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് നോക്കൂ, നമ്മുടെ മനുഷ്യ ശരീരത്തെ പറ്റിയുള്ള പൊതു അറിവ് അവിടെ പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അപര്യാപ്ത രോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്,
കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ 5 ടോപ്പിക്കാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടോപ്പിക്കാണ് 5 ടോപ്പിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് ബയോളജിയും പൊതുജനാരോഗ്യവും കണക്ട് ചെയ്ത് പഠിക്കുക, അതിനായിരിക്കും പ്രാധാന്യം കൂടുതൽ വരിക. പക്ഷെ അവിടെ എന്താണ്, സാധാരണ ബയോളജി മാത്രം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, ബാക്കിയുള്ള പോർഷൻസിന് പരിഗണന കൊടുക്കുക. കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 14ഓളം മാർക്ക് സേഫ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കമ്പനി ബോർഡ് LGS പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGS എവിടെയെങ്കിലും പഠിച്ചാൽ കാര്യമില്ല. പഠിക്കുമ്പം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക, പരീക്ഷകൾ എഴുതുക, നല്ലൊരു മെൻറ്ററിനോടൊപ്പം വേണം. അവർ നിങ്ങളെ കൂട്ടി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങോ പോന്നോളൂ. CC നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നൽകും. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. നിങ്ങളുടെ ഡൗട്ടുകൾ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ പറ്റും. അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാം ഇനി പോന്നോളൂ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം.